പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ജൂലൈ 16 മുതൽ കേരളക്കരയാകെ നെഞ്ചിലേറ്റിയ ഒരു പേരാണ് അർജുൻ. കേവലം ഒരു ലോറി ഡ്രൈവർ എന്നതിനേക്കാളൊക്കെ അപ്പുറമായി നമ്മുടെയൊക്കെ കൂടപ്പിറപ്പായിട്ട് നമ്മൾ മനസ്സിൽ ഇന്നും കരുതുന്ന ഒരു വ്യക്തി. ജൂലൈ 16 ഷിരൂരിലുണ്ടായ ആ മണ്ണിടിച്ചിലിൽ അയാളെ കാണാതായ അന്ന് തൊട്ട് 2 ദിവസം മുൻപ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് വരെ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, കരുതിയിട്ടുണ്ടാവും അയാളുടെ ഒരു തിരിച്ചുവരവ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപേ ഞങ്ങൾ നടത്തിയ ഒരു ഗോവൻ യാത്രക്കിടയിലാണ് ഷിരൂരിൽ കൂടി കടന്നു പോകാൻ ഇടയായത്. ഒരുപക്ഷെ ഞങ്ങളുടെ ആ യാത്രക്കിടയിൽ ഞങ്ങൾ കുറച്ച് അധികം നേരം സ്പെൻഡ് ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഷിരൂർ, ഈ അപകടം നടന്ന സ്ഥലം. ഞങ്ങൾ ആ സ്ഥലത്ത് ഇറങ്ങി അവിടെ കുറച്ച് നേരം നിൽക്കുന്ന സമയത്തും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവമേ അയാൾ എവിടെയെങ്കിലും ജീവനോടെ ഇരിക്കണേ എന്ന്. ഒരു പക്ഷേ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനുള്ള ഒരു വിമുഖതയായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ. 2 ദിവസം മുമ്പ് അർജുൻ്റെ വിയോഗം നമ്മൾ വാർത്തയിൽ കൂടി കേട്ടപ്പോൾ ഒത്തിരിയേറെ വേദനിച്ചിട്ടുണ്ടാവും. നമ്മൾ മലയാളികൾ അങ്ങനെയാണ് ഭായ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ആൾക്കാരെ നമ്മുടെ നെഞ്ചോട് ചേർക്കുവാനും അവരുടെ വിഷമങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ അവർക്ക് ഒപ്പം നിൽക്കുവാനുമുള്ളൊരു കഴിവ് നമുക്ക് പ്രത്യേകമായിട്ടുണ്ട്. ഏറെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് മനാഫ്, അർജുൻ്റെ ലോറി ഓണർ. അർജുനെ കാണാതായത് മുതൽ ഒത്തിരിയേറെ കുറ്റപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയ ഹറാസ്മെൻറ്റ്സും നേരിട്ട വ്യക്തി. എന്നാൽ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. മരിച്ച് പട്ടടയിൽ വയ്ക്കുമ്പോഴും മനാഫിനെ പോലെ ഒരു സുഹൃത്തിനെ നേടിയ വ്യക്തികളൊക്കെ ഭാഗ്യവാന്മാരാണ്. തോൽക്കാനുള്ള മനസ്സില്ല, എന്തായാലും ഓനെ കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതേനും ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു. അങ്ങനെ ഗംഗാവലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവനെ. സത്യമാണത്. ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നത് വലിയൊരു അസറ്റ് തന്നെയാണ്. ബി ഹാപ്പി വിത്ത് യുവർ ലൈഫ്. പ്രിയപ്പെട്ട സുഹൃത്തിന് ആദരാഞ്ജലികൾ.